ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ്. നമ്മളൊരു ടാങ്ക് കണ്ടിട്ടുണ്ട്. ടാങ്കിൽ ഒരു ഒറിഫൈസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാങ്കിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒറിഫൈസിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടറിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ആ ഒരു മെഷറിങ് ടാങ്കും വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ കളക്ട് ചെയ്യാൻ ഒരു മെഷറിങ് ടാങ്കും വെച്ചിട്ടുണ്ട്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ് നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q ആക്ച്വൽ ഡിവൈഡഡ് ബൈ Q തിയററ്റിക്കലാണ്. The jet of water coming out of the orifice is collected in a measuring tank for a known time t. The rise of water in the measuring tank for the time t is noted. നമ്മൾ ആക്ച്വൽ ഫ്ലോ റേറ്റ്, ഈ ഒറിഫൈസിലൂടെ വരുന്ന ആക്ച്വൽ ഫ്ലോ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മെഷറിങ് ടാങ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു ടാങ്കിൽ എത്രത്തോളം വാട്ടർ ലെവൽ റൈസ് ചെയ്യും എന്നുള്ളത് നോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ ഏരിയ അറിയാം. അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം കൺസിഡർ ചെയ്തിട്ട് അവിടെ വാട്ടറിൽ എത്രത്തോളം റൈസ് ഉണ്ടാവുന്നു. ഇതിലേക്ക് വാട്ടർ വരുമ്പം ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ കൺസിഡർ ചെയ്യും. ആ ടൈമിൽ വാട്ടറിന് എത്രത്തോളം റൈസ് ഉണ്ടാവും എന്ന് നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. The jet of water coming out of the orifice is collected in a measuring tank for a known time t. The rise of water in the measuring tank for the time t is noted. Then the actual discharge of water through the orifice is calculated by using the equation Q actual is equal to volume of water collected in the measuring tank divided by time required. നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ദി മെഷറിംഗ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ, ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് മൾട്ടിപ്ലൈഡ് ബൈ റൈസ് ഓഫ് വാട്ടർ ചെയ്താൽ നമുക്ക് അവിടെ വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദി മെഷറിംഗ് ടാങ്ക് വരും. നമുക്ക് ആ മെഷറിംഗ് ടാങ്കിൻ്റെ ഏരിയ അറിയാം. പിന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എത്രത്തോളം വാട്ടർ ലെവലിൽ റൈസ് ചെയ്തിട്ടുണ്ടെന്ന് നോട്ട് ചെയ്യും. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളിയം ഓഫ് വാട്ടർ കിട്ടും. ഡിവൈഡഡ് ബൈ ടൈം റിക്വയർഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജ് ആക്ച്വൽ, Q ആക്ച്വൽ എന്ന് കിട്ടും. തിയററ്റിക്കൽ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ത്രൂ ദി ഒറിഫൈസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദി ഇക്വേഷൻ Q തിയററ്റിക്കൽ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു വെലോസിറ്റി തിയററ്റിക്കൽ. ഇപ്പോൾ ഏരിയ ഓഫ് ഒറിഫൈസ് നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ ഡയമീറ്റർ ഓഫ് ഒറിഫൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ഒറിഫൈസ് കണ്ടുപിടിക്കാം. ഡിവൈഡഡ് ഇൻറ്റു റൂട്ട് ഓഫ് 2GH ചെയ്തിട്ടുണ്ടെങ്കിൽ Q തിയററ്റിക്കൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് Q ആക്ച്വലും കിട്ടി, Q തിയററ്റിക്കലും കിട്ടിയെങ്കിൽ CD കണ്ടുപിടിച്ചൂടെ? CD is equal to Q actual by A into root 2GH ആണ്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വിന കോൺട്രാക്റ്റ ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ വെലോസിറ്റി അറ്റ് വിന കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് CC എന്നുള്ള ഒരു പോയിൻ്റ് കാണാം. CC എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് CC എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ വിന കോൺട്രാക്റ്റിയാണ് CC എന്ന് പറയുന്നത്. ആൻഡ് നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് CCയിൽ. അതുപോലെ ഈ ഒരു ഇവിടെ ആയിട്ടൊരു പോയിൻ്റ് P കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ C എന്ന പോയിൻറ്റും P എന്ന പോയിൻറ്റും തമ്മിലുള്ള ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Xഉം പിന്നെ ഈ ഒരു ഒറിഫൈസിൻ്റെ സെൻറ്റർ ലൈൻ മുതൽ ആ പോയിൻ്റ് P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y ആണ്. സെൻറ്റർ ലൈൻ ടു ഫ്രീ സർഫസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H. ഓക്കെ, ലെറ്റ് CC represents the vena contracta of a jet of water coming out from an orifice under a constant head H. Consider a liquid particle which is at vena contracta at any time t and takes a position P along the jet in time t. അപ്പോൾ ഇനിഷ്യലി CCയിൽ നമ്മളൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്. ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് CCയിലാണ്. ഇനി അതെന്ത് ചെയ്തു?
ഒരു ടൈം ടി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ, ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈ ജെറ്റിലൂടെ മൂവ് ചെയ്തിട്ട് പിയിലെത്തി. ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്ത ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സിയിലാണ്. പിന്നെ ഒരു ടൈം ടിയിൽ അത് എന്ത് ചെയ്തു, ഈ ഒരു ജെറ്റ് ഓഫ് ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്ത് പിയിലെത്തി. ഓക്കെ, ഇനി ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ എ ലിക്വിഡ് പാർട്ടിക്കിൾ വിച്ച് ഇസ് അറ്റ് വിന കോൺട്രാക്റ്റ അറ്റ് എനി ടൈം ആൻഡ് ടേക്സ് എ പൊസിഷൻ പി അലോങ് ദി ജെറ്റ് ഇൻ ടൈം ടി. Let x equal to horizontal distance travelled by the particle in time t. ടൈം ടിയിൽ ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടുള്ള, ട്രാവൽ ചെയ്തിട്ടുള്ള ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് വൈ ഇസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് പി ആൻഡ് സി സി. പിയും സി സിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വിന കോൺട്രാക്റ്റ. Horizontal distance travelled by the fluid particle x is equal to v into t എന്ന് എഴുതിക്കൂടെ നമുക്ക്. horizontal distance travelled by the fluid particle v x is equal to v into t എന്ന് എഴുതാം. ഇതെന്ന് ടൈം ടീന് നമ്മളൊരു ഇക്വേഷൻ എഴുതി, t is equal to x by v. ഇനി vertical distance travelled by the fluid particle. vertical ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടാവും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി അവിടെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. വിന കോൺട്രാക്റ്റിയാണ് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി വരുന്നത്. ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇനിഷ്യലി വിന കോൺട്രാക്റ്റിലായിരുന്നു. അപ്പം അവിടെ വരുന്ന ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എസ് എസ് ഈക്വൽ ടു യു ടി എന്നുള്ളത് 0 ആയിപ്പോവും. പിന്നെ ബാക്കിയുള്ളത് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അത് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈൻ്റെ ടേമിൽ എഴുതുകയാണ്. ഇവിടെ ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇൻറ്റു ടി സ്ക്വയർ എന്നായി. ഇവിടെ ടിക്ക് നമ്മൾ ഈ എക്സ് ബൈ വി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും, vertical distance travelled by the fluid particle y is equal to half into g into x square by v all square. ഇപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി ആക്ട് ചെയ്യും. അവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇത് ഇക്വേഷൻ ഓഫ് മോഷനാണ്. അപ്പം ഇനീഷ്യലി ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, പോയിൻ്റ് സിയിലാണ്. അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇനീഷ്യൽ ടൈമിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഈ ഒരു ടേം പോയി ബാക്കിയുള്ളത് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. ടിക്ക് ഈ വാല്യൂ എക്സ് ബൈ വി എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ വിയുടെ ടേമിൽ ഇക്വേഷൻ എഴുതിയതാണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എക്സ് സ്ക്വയർ ബൈ 2y. ദറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ ബൈ 2y. നമുക്ക് വി ആക്ച്വൽ എന്നുള്ളത് കിട്ടി. റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ ബൈ 2y എന്നും വി തിയറട്ടിക്കൽ എന്ന് പറയുന്നത് റൂട്ട് 2gh ആണ്. ദറ്റ് ഈസ് സി വി ഇസ് ഈക്വൽ ടു വി ആക്ച്വൽ ബൈ വി തിയറട്ടിക്കലിൻ്റെ ഇക്വേഷൻ എന്തായി, സി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y ഇൻറ്റു 2gh. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, സി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ബൈ 4y എച്ച് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സി വി ഇസ് ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് ഓഫ് 4yh എന്ന് എഴുതാം. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ്റെ ഇക്വേഷൻ. സി വി ഇസ് ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് ഓഫ് 4yh. നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡ് ഫ്രം ദി ഇക്വേഷൻ സി ഡി ഇസ് ഈക്വൽ ടു, നമുക്ക് അറിയായിരുന്നു സി ഡി എന്ന് പറയുന്നത് സി വി സി സിയുടെ പ്രൊഡക്റ്റാണ് സി ഡി. അപ്പോൾ ഇതിന്ന് നമുക്ക് സി സി എങ്ങനെ കണ്ടുപിടിക്കാം, സി ഡി ഡിവൈഡഡ് ബൈ സി വി ചെയ്താൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ കിട്ടും. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഫ്ലോ ത്രൂ ലാർജ് ഒറിഫൈസ്, ഫ്ലോ ത്രൂ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസ്, ഫ്ലോ ത്രൂ സബ്മേർജ്ഡ് ഒറിഫൈസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, ഫ്ലോ ത്രൂ ലാർജ് ഒറിഫൈസ്. നമുക്കറിയാം ലാർജ് ഒറിഫൈസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ദ ഹെഡ് ഓഫ് ലിക്വിഡ് ഈസ് ലെസ് ദാൻ 5 times the
ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണെങ്കിൽ അത് ലാർജ് ഒറിഫൈസ് ആണ്. നമ്മൾ ലാർജ് ഒറിഫൈസ് ആണോ സ്മോൾ ഒറിഫൈസ് ആണോ എന്നുള്ളത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹെഡ് ഓഫ് ലിക്വിഡും ഡെപ്ത് ഓഫ് ഒറിഫൈസും ആണ്. ഹെഡ് ഓഫ് ലിക്വിഡ് ഈസ് ലെസ് ദാൻ 5 times ദി ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണെങ്കിൽ അത് ലാർജ് ഒറിഫൈസ് ആണ്. ഹെഡ് ഓഫ് ലിക്വിഡ് ഈസ് മോർ ദാൻ 5 times ദി ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണെങ്കിൽ അതെന്താണ്, സ്മോൾ ഒറിഫൈസ് ആണ്. ഇൻ കേസ് ഓഫ് small orifice, the velocity in the entire cross section of jet is considered to be constant and discharge can be calculated by Q is equal to CD into A into root 2GH. സ്മോൾ ഒറിഫൈസിൻ്റെ കേസിൽ ആ ഒരു എൻറ്റയർ ക്രോസ് സെക്ഷനിലുള്ള ജെറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് Q is equal to CD into A into root 2GH വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ലാർജ് ഒറിഫൈസിൻ്റെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ ക്രോസ് സെക്ഷനിൽ എന്തായിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ Q is equal to CD into A root 2GH എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ലാർജ് ഒറിഫൈസിലെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്മോൾ ഒറിഫൈസിൻ്റെ കേസിൽ ഒരു ജെറ്റിൻ്റെ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ Q is equal to CD into A root 2GH വെച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിച്ചത്. ബട്ട് ലാർജ് ഒറിഫൈസിൻ്റെ കേസ് വരുമ്പം അവിടുത്തെ ആ ഒരു ജെറ്റിൻ്റെ എൻറ്റയർ ക്രോസ് സെക്ഷനിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കില്ല. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഫ്ലോ ത്രൂ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസിൻ്റെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലോ ത്രൂ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ നമ്മൾ റെക്റ്റാങ്കുലർ ഒറിഫൈസാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒറിഫൈസിൻ്റെ ബോട്ടം ഫ്രീ സർഫസിൽ നിന്ന് ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് മീൻസ് ആ ഒരു പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് H2 ആയിട്ടും ടോപ്പ് വരെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് H1 ആയിട്ടും സെൻറ്റർ ലൈൻ വരെയുള്ളത് H ആയിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് എബോവ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി ഒറിഫൈസ്. H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് എബോവ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി ഒറിഫൈസ്. ഈ ഒരു ടോപ്പ് എഡ്ജിൽ നിന്ന് ലിക്വിഡ് വരെയുള്ള ഹൈറ്റാണ് H1 എന്ന് പറയുന്നത്. ബോട്ടം എഡ്ജിൽ നിന്ന് ഈ ഒരു ലിക്വിഡ് വരെയുള്ള ഹൈറ്റാണ് H2. H2 ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് എബോവ് ദി ബോട്ടം എഡ്ജ് ഓഫ് ദി ഒറിഫൈസ്. ബ്രെഡ്ത്ത് ഓഫ് ഒറിഫൈസ് നമ്മൾ B വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡെപ്ത് ഓഫ് ഒറിഫൈസ്, ഡെപ്ത് എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഒറിഫൈസിൻ്റെ ഡെപ്ത് ടോട്ടൽ H2 ആണ്. H2 മൈനസ് H1 ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഒറിഫൈസ്. ഡെപ്ത് ഓഫ് ഒറിഫൈസ് ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. CD എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഇനി കൺസിഡർ an elementary horizontal strip of depth dH at a depth of h below the free liquid surface of the liquid in the tank. നമ്മൾ ഇവിടെ ഒരു എലമെൻ്ററി ഏരിയ, ഒരു ഹൊറിസോണ്ടൽ എലമെൻ്ററി സ്ട്രിപ്പ് കണക്ട് ചെയ്യാമെന്ന് ഫ്രീ സർഫസിൽ നിന്ന് h ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള എലമെൻ്ററി ഏരിയ നിൽക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് DH ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം. B ഇൻറ്റു DH വെച്ചാൽ നമുക്ക് ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് കിട്ടും. തിയറട്ടിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ ത്രൂ ദി സ്ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് 2GH ആണ്. അപ്പോൾ ആ ഒരു എലമെൻ്ററി സ്ട്രിപ്പിലൂടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് DQ എന്ന് പറയുന്നത് എന്തായിരിക്കും, CD ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇവിടെ H എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പിൽ നിന്നും ഫ്രീ സർഫസ് വരെയുള്ള ഡിഫറൻസാണ്, ഹൈറ്റാണ്, ഡിഫറൻസ് അല്ല ഹൈറ്റാണ് H എന്ന് പറയുന്നത്. അപ്പോൾ തിയറട്ടിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ ത്രൂ ദി സ്ട്രിപ്പ് എന്ന് പറയുന്നത് റൂട്ട് 2GH ആണ്. എലമെൻ്ററി ഏരിയയിലെ ഡിസ്ചാർജ് DQ എന്ന് പറയുന്നത് CD ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി. CD ഇൻറ്റു B ഇൻറ്റു DH ഇൻറ്റു റൂട്ട് 2GH is equal to CD ഇൻറ്റു B ഇൻറ്റു റൂട്ട് 2GH ഇൻറ്റു DH. ഇതെന്ന് പറയുന്നത് ആ ഒരു എലമെൻ്ററി ഏരിയയിലാണ്. നമുക്ക് വേണ്ടത് എന്താണ്,
ആ ഒരു ടോട്ടൽ ഡിസ്ചാർജ് ഒറിഫൈസിലൂടെ ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വിച്ച് ലിമിറ്റ് എന്ന് പറയുന്നത് H1 and H2. By integrating the above equation between the limits H1 and H2, total discharge through the orifice is obtained by H1 എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് എവിടെയായിരുന്നു, ടോപ്പ് മുതൽ ഒറിഫൈസിൻ്റെ ടോപ്പ് നിന്നും ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഹൈറ്റാണ് H1. H2 എന്ന് പറയുന്നത് ഒറിഫൈസിൻ്റെ ബോട്ടത്തിൽ നിന്നും ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഹൈറ്റ്. ഓക്കെ, H2 H1 ലിമിറ്റായിട്ട് എടുത്തിട്ട് ഈ ഒരു സ്ട്രിപ്പിൻ്റെ DQ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറിഫൈസിലൂടെയുള്ള ഡിസ്ചാർജ് നമുക്ക് കിട്ടും. അപ്പോൾ Q is equal to integral H1 H2 CD into B into root 2GH into DH. ഇതിൽ കോമൺ CD into P into root 2G കോമൺ മീൻസ് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തോട്ടെടുത്തു. ഇൻ്റഗ്രൽ H1 H2 റൂട്ട് H ഇൻറ്റു DH. നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ഇവിടെ H എങ്ങനെയാണ്, റൂട്ട് H എന്ന് പറയുന്നത് നമുക്ക് H റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും, CD ഇൻറ്റു P ഇൻറ്റു റൂട്ട് 2G ഇൻറ്റു H റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 ടു ദ ലിമിറ്റ് H1 and H2. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും. Q is equal to 2/3 ഇൻറ്റു CD ഇൻറ്റു B ഇൻറ്റു റൂട്ട് 2G ഇൻറ്റു H2 റേസ് ടു 3/2 മൈനസ് H1 റേസ് ടു 3/2. ഇതാണ് നമുക്ക് ഡിസ്ചാർജ് ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ റെക്റ്റാങ്കുലർ ഒറിഫൈസ് ഓഫ് 2 meter wide and 1.5 meter deep fitted to a water tank. The water level in the tank is 3 meter above the top edge of the orifice. Take CD is equal to 0.62. നമുക്ക് വിഡ്ത്ത് ഓഫ് ദി ഒറിഫൈസ് B എന്ന് പറയുന്നത് 2 meter ആണ് തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് ഒറിഫൈസ് എന്ന് പറയുന്നത് 1.5 meter ആണെന്നും തന്നിട്ടുണ്ട്. ഇനി തന്നിട്ടുള്ളത് എന്താ, ദ വാട്ടർ ലെവൽ ഇൻ ദ ടാങ്ക് ഈസ് 3 meter above ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി ഒറിഫൈസ്. ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജ് മുതൽ വാട്ടർ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് H1 എന്ന് പറയുന്നത് 3 meter ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിന്ന് H2 കണ്ടുപിടിച്ചൂടെ. H2 കണ്ടുപിടിക്കാൻ നമ്മൾ മുന്നൊരു ഇക്വേഷനിൽ ഡെപ്ത് ഓഫ് ഒറിഫൈസ് എന്ന് പറയുന്നത് H2 മൈനസ് H1 ആണെന്ന് ഡെറിവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ H2 അറിയാം, D അറിയാം. അപ്പോൾ ഇതൊന്ന് H2 കണ്ടുപിടിച്ചൂടെ. H2 എന്ന് പറയുന്നത് എന്തായിരിക്കും, H1 പ്ലസ് D ആയിരിക്കും. ഹൈറ്റ് ഓഫ് വാട്ടർ എബോവ് ബോട്ടം എഡ്ജ് ഓഫ് ദി ഒറിഫൈസ് H2 is equal to H1 plus D, that is 3 plus 1.5, H is equal to 4.5 meter. CD ക്വസ്റ്റ്യനിൽ 0.62 തന്നിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q is equal to 2/3 ഇൻറ്റു CD ഇൻറ്റു B ഇൻറ്റു റൂട്ട് 2G ഇൻറ്റു H2 റേസ് ടു 3/2 മൈനസ് H1 റേസ് ടു 3/2. അപ്പോൾ വാല്യൂസ് 2/3 ഇൻറ്റു 0.62 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു 9.8 ഇൻറ്റു 4.5 റേസ് ടു 3/2 മൈനസ് 3 റേസ് ടു 3/2. ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുക 15.917 meter cube per second എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റെക്റ്റാങ്കുലർ ഒറിഫൈസ് ഓഫ് 0.9 meter wide and 1.2 meter deep is discharging water from a vessel. The top edge of the orifice is 0.6 meter below the water surface in the vessel. Calculate the discharge through the orifice if CD is equal to 0.6 and percentage error if the orifice is treated as small orifice. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ലാർജ് ഒറിഫൈസിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഉണ്ടാകുന്ന നമ്മൾ ഒറിഫൈസ് സ്മോൾ ഒറിഫൈസ് ആയിട്ട് വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് ഒന്ന് B തന്നിട്ടുണ്ട് 0.9 meter ആണ്. ആൻഡ് ഡെപ്ത് എന്ന് പറയുന്നത് 1.2 meter ആണ്. H1
ദ ടോപ്പ് എഡ്ജ് ഓഫ് ദി ഒറിഫൈസ് ഈസ് 0.6 മീറ്റർ ബിലോ വാട്ടർ സർഫസ്. അപ്പോൾ ടോപ്പ് എഡ്ജ് എന്ന് പറയുന്നത് 0.6 മീറ്ററാണ് തന്നിട്ടുണ്ട്. H2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? H1 പ്ലസ് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ചെയ്താൽ നമുക്ക് H1 കിട്ടും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫിഗർ ഒന്ന് വരയ്ക്കണം കേട്ടോ. ഫിഗർ വരച്ചാലേ കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. ഡയറക്റ്റ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് Qc ഈക്വൽ ടു 2/3 ഇൻറ്റു CD ഇൻറ്റു A ഇൻറ്റു റൂട്ട് 2GH ഇൻറ്റു H2 റേസ് ടു 3/2 മൈനസ് H1 റേസ് ടു 3/2 ആണ്. ഇവിടെ നമുക്ക് 2/3 0.6 CD എന്ന് പറയുന്നത് 0.6 ആണ്. ദെൻ B എന്ന് പറയുന്നത് 0.9 ആണെന്നറിയാം. ബ്രെഡ്ത്ത് 0.9 തന്നിട്ടുണ്ട്. റൂട്ട് 2 ഇൻറ്റു 9.81. H2 കിട്ടിയിട്ടുള്ളത് 1.8 ആണ്. 1.8 റേസ് ടു 3/2 മൈനസ് H1 എന്ന് പറയുന്നത് 0.6 റേസ് ടു 3/2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3.1097 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത് സ്മോൾ ഒറിഫൈസ് ആണെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താ? Qc ഈക്വൽ ടു CD ഇൻറ്റു A ഇൻറ്റു റൂട്ട് 2GH ആണ്. തിയറട്ടിക്കൽ. H എന്ന് പറയുന്നത് ഇവിടെ ഈ H എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? H1 പ്ലസ് D/2 ആണ് ഈ ഒരു H എന്ന് പറയുന്നത്. H is equal to H1 പ്ലസ് D/2. H1 0.6 ആണ്. D/2 എന്ന് പറയുന്നത് 1.2/2 which is equal to 1.2 മീറ്റർ എന്ന് കിട്ടും. ഇനി A എന്ന് പറയുന്നത് B ഇൻറ്റു D 0.9 ഇൻറ്റു 1.2. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഒറിഫൈസ് എന്ന് പറയുന്നത് B ഇൻറ്റു D ആണ്. ദറ്റ് ഈസ് 0.9 ഇൻറ്റു 1.2. അങ്ങനെ ഇക്വേഷനിലേക്ക് CD ഇൻറ്റു A ഇൻറ്റു റൂട്ട് 2GH വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.142 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? QT മൈനസ് Q ഡിവൈഡഡ് ബൈ Q. That is 3.1442 minus 3.107 divided by 3.109.47 എന്ന് കിട്ടും. 0.0109 എന്നാണ് കിട്ടുക. അപ്പോൾ അതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 1.109% എന്ന് കിട്ടും. ഇതാണ് പെർസെൻറ്റേജ് എറർ. നമ്മൾ ലാർജ് ഒറിഫൈസിനെ സ്മോൾ ഒറിഫൈസായി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 1.109% ആണ്.